ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിച്ചാലോ? 1974 മുതൽ 79 വരെയായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. DP ധർ മോഡൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ICDS നിലവിൽ വന്നത് ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ ഇന്ദിരാഗാന്ധി 20 കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് കാലാവധി തിരിക്കാൻ കഴിഞ്ഞില്ല. 74 മുതൽ 78 ആയപ്പോഴത്തേനും പഞ്ചവത്സര പദ്ധതി നിന്നുപോയി. അതിന് പകരം നമ്മുടെ ഇന്ദിരാഗാന്ധി സർക്കാരിന് അട്ടിമറിച്ചുകൊണ്ട് ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു റോളിംഗ് പ്ലാൻ എന്നൊരു പദ്ധതി, അതായത് വാർഷിക പദ്ധതിയുടെ മോഡലിൽ കൊണ്ടുവരികയും ചെയ്തു. അതാണ് റോളിംഗ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1978-80 കാലഘട്ടത്തിലായിരുന്നു റോളിംഗ് പ്ലാൻ. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം ഗുണ്ണാർ മൃണ്ടാൽ എന്ന വ്യക്തിയുടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാത്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതി PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. എല്ലാവരും പഠിക്കുക. ഓക്കെ, ബൈ.